കുറെ നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് രണ്ടുപേരും ഒരുമിച്ച് ഒരു ചിത്രത്തിൽ കാണുന്നത്. അതിൽ തന്നെ പ്രേക്ഷകർക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ്, ഒരുപാട് ചിരിക്കുന്ന നല്ല മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. ലാൽച്ചേട്ടന്റെ കൂടെ ആ കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ആ എക്സ്പീരിയൻസ് നിന്റെ കൂടി വോയിസ് കേൾക്കുമോ? റെക്കോർഡ് ചെയ്യാറുണ്ട്, കേൾക്കുന്നുണ്ട് അല്ലേ? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ലാൽച്ചായനും കൂടി ശരിക്കും വരേണ്ടതായിരുന്നു ഈ പരിപാടിക്ക്. കാരണം പടം കണ്ട് ഇറങ്ങിയവരൊക്കെ ലാൽച്ചായനോട് അന്വേഷണം പറയണമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. ലാൽച്ചായ പൊച്ചില്ലേ നമ്മള് മറ്റേ പടത്തിന്റെ പ്രൊമോഷൻ ഇന്റർവ്യൂസിൽ പറഞ്ഞിരുന്നു, മലയാള സിനിമയിൽ എപ്പോഴും ഒരു ഐഡിയൽ അപ്പൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് ലാൽച്ചായൻ തന്നെയാണ്. ഇതിൽ പുതിയൊരു ലാൽച്ചായന്റെ അപ്പൻ വേഷം നമുക്ക് കാണാം. ഈ അപ്പനും മക്കളായിട്ടുള്ള ഒരു സാധനമുണ്ട്, അച്ഛനും മക്കളുമായിട്ടുള്ള ഒരു പരിപാടിയുണ്ട് അശോകന്റെ ക്യാരക്ടർ. അപ്പൊ പടം കാണാത്തവർക്കായിട്ട് ഒരു ഇത് ഞാൻ കളയലില്ല. ആ രണ്ട് ട്രാക്കും ആണ് നമുക്ക്. ഞാനിന്ന് പടം കാണുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു ഏരിയ. വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇവര് രണ്ടും ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നതും അവരുടെ കൂടെ ഇരുന്ന് അവരുടെ പഴയ കഥകളൊക്കെ കേൾക്കുന്നതായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഫൺ. അപ്പൊ ഇന്ന് നമ്മള് സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇവരുടെയൊക്കെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് തന്നെ ഭാഗ്യം. നിങ്ങൾ രണ്ടുപേരുടെ ഈ എഴുത്തിലാണെങ്കിലും അഭിനയത്തിലാണെങ്കിലും ഈ സീനിയർ ആക്ടേഴ്സിനെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ഏറ്റവും ബെസ്റ്റ് ഔട്ട്കം നിങ്ങളുടെ സിനിമകളിൽ കാണാറുണ്ട്. ശരിക്കും എന്താ കണ്ടു വളർന്ന അവരോടുള്ള ഒരു ട്രിബ്യൂട്ട് ആണ് പലപ്പോഴും എഴുതുമ്പോഴും കൂടെ അഭിനയിക്കുമ്പോഴൊക്കെ സംഭവിക്കുന്നത്. ട്രിബ്യൂട്ടില് ഉപരിയായിട്ട് ഓരോ സെക്കൻഡും നമ്മൾ ആസ്വദിക്കുക എന്ന് പറയില്ലേ. ഞാനിങ്ങനെ ലാൽച്ചായനൊക്കെ നിന്നിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നത് ഇങ്ങനെ കണ്ടിട്ടേ ഞാനിങ്ങനെ തന്നെ നോക്കി നിന്നിട്ടുണ്ട്. അദ്ദേഹനോട് ചോദിച്ചിട്ടുണ്ട്, വൈ ആർ യു സ്റ്റേറിംഗ് അറ്റ് മീ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം പുള്ളിക്ക് ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം പുള്ളിനെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിൽ നിന്ന് റീൽ ഓടിക്കൊണ്ടിരിക്കും നമ്മുടെ മൈൻഡിൽ കൂടി. നമ്മൾ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോ എന്നെ വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ ലെജൻഡുകളുടെ കൂടെ അഭിനയിക്കാൻ അവസരം കിട്ടിയ ആൾക്കാരാണ് ഞാനും വിഷ്ണു. അപ്പോ ഈ പടത്തിലാണെങ്കിലും അശോകേട്ടൻ, ലാലുച്ചായൻ അവരുടെ അഭിനയിച്ചപ്പോൾ ഏറ്റവും കിട്ടിയ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്നത് അവരുടെ കൂടെയുള്ള അഭിനയത്തിനുപരിയായിട്ട് അവർ അഭിനയിച്ച സിനിമകളിലൂടെയുള്ള ഒരു കടന്നുപോക്കുണ്ട്. ഇപ്പൊ ഞാൻ നിർണയത്തിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്, പഴയ സിനിമകളുടെ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതിലൂടെയുള്ള അവരുടെ കഥകളില്ലേ, ആ കഥകളിലൂടെയാണ് ഈ സിനിമ മുഴുവൻ കടന്നുപോയത്. അശോകേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം ഒരു ലെജൻഡറി ആക്ടറാണ്. അതിൽ മാത്രമല്ല, ഇപ്പൊ ഞാൻ വിഷ്ണു ഏറ്റവും കൂടുതൽ ചോദിച്ചത് യവനിക എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ് അശോകൻ എന്നോട് ചോദിച്ചത്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സിനിമ പെരുവഴിയപ്പല മുതലങ്ങടെ എടുത്തു കഴിഞ്ഞാൽ പത്മരാജൻ സ്കൂളാണ് അദ്ദേഹം ചെയ്ത ഓരോ വേഷവും എങ്ങനെയാണ് അമരത്തിലെത്തിയത്, അമരത്തെ ആ മുടി ഇങ്ങനെ ചുരുട്ടിയിട്ടത് ആര് പറഞ്ഞിട്ടാണ് എന്നുള്ള കുഞ്ഞു നമ്മളെപ്പോലുള്ള സിനിമ ആസ്വദിക്കുന്ന സിനിമാ പ്രേക്ഷകന്റെ കൗതുകങ്ങളിലൂടെയാണ് ഞങ്ങൾ ഈ സിനിമ കടന്നുപോയത്. അപ്പോ ഇന്ന് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ BGM കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായില്ല. സാധാരണ നമ്മൾ നായകന്മാരാവുന്ന പടങ്ങൾ ഞാൻ വിഷ്ണു കാണാറുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടുണ്ടായില്ല. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഈ പറയുന്ന സിനിമ ടാക്കീസിൽ അല്ലെങ്കിൽ തിയേറ്ററിൽ കാണുന്നത്. ഈ കാണുമ്പോൾ അന്ന് എന്റെയും വിഷ്ണുവിന്റെയും മുമ്പില് ലാലുച്ചായൻ ചെയ്തു വെച്ച സംഭവങ്ങൾ നമ്മൾ കണ്ടങ്ങ് പോവുള്ളൂ, അഭിനയിച്ചങ്ങ് പോവുള്ളൂ. പക്ഷെ RR വന്നപ്പോ അല്ലെങ്കിൽ BGM വന്നപ്പോ വില്യംസ് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ഈ സിനിമയില്. അത് RR വന്നപ്പോ ഇവരൊക്കെ കൊടുക്കുന്ന കുഞ്ഞു മൈന്യൂട്ട് എക്സ്പ്രഷൻസ് നമ്മൾ സത്യത്തിൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അങ്ങനെയാണ് അവരെ ലെജൻഡറി ആക്ടേഴ്സ് എന്ന് പറയുന്നത്.